ഇവിടെ ഹീറോയിൻ പ്രസവശേഷം തടി വെച്ചുകൊണ്ട് തന്നെ ഇവളുടെ ഹസ്ബൻഡ് എപ്പോഴും ഇവളെ തടിച്ചതിൻ്റെ പേരിൽ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹീറോയിൻ ആണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് കഴിക്കാലോ എന്ന് വിചാരിച്ചെടുത്താൽ ഹസ്ബൻഡ് അത് കഴിക്കാൻ സമ്മതിക്കാതെ അതെടുത്ത് മാറ്റി വെച്ചിട്ട് പച്ചക്കറി എന്തെങ്കിലും കഴിക്കാനായിട്ട് പറയും. ഹീറോയിനെ കൊണ്ട് ഡെയിലി എക്സസൈസ് ഒക്കെ ചെയ്യിക്കാണ്. ഒരു ദിവസം ഹീറോയിൻ അയാൾക്ക് കഴിക്കാനായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അയാളാണെങ്കിൽ അത് കഴിക്കാണ്ട് എടുത്ത് കളയാണ്. ഹീറോയിൻ ആണെങ്കിൽ തടിച്ചതിൻ്റെ പേരിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുന്നു. എന്നിട്ട് ഹീറോയിൻ അങ്ങ് ഡിവോഴ്സും ചെയ്യുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഇനി ആ കുഞ്ഞിനെ വെച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാണ്ടിരിക്കുകയാണ്. ഇവക്കാണെങ്കിൽ നന്നായിട്ട് ബേക്ക് ചെയ്യാൻ അറിയുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ബേക്കറികളിൽ കൊണ്ട് കൊടുക്കുന്നു. അവരാരും അത് വാങ്ങിക്കുന്നില്ല. ഹീറോയിനും തോട്ട് കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് കച്ചവടം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഒരു ദിവസം ഹീറോയിന്റെ എക്സ് ഹസ്ബൻഡും അവന്റെ ഗേൾ ഫ്രണ്ടും കൂടി നടന്നു പോകുമ്പോൾ ഹീറോയിനെ കാണുന്നു. ആ ഗേൾ ഫ്രണ്ട് പെണ്ണാണെങ്കിൽ ഹീറോയിന്റെ അടുത്തേക്ക് പോയിട്ട് ഒരു കേക്ക് വാങ്ങിക്കുകയാണ്. ഈ ഹസ്ബൻഡ് ആണെങ്കിൽ ആ പെണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് ഹീറോയിൻ തടിച്ചതിന്റെ പേരിലൊക്കെ ഇട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗേൾ ഫ്രണ്ട് പെണ്ണാണെങ്കിൽ അവനോട് നാളെ ഞാനീ ഇങ്ങനെയായാൽ നീ എന്നെ ഉപേക്ഷിച്ച് പോവില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പം തന്നെ ബ്രേക്കപ്പ് പറയുകയാണ്. എന്നിട്ട് ഹീറോയിനെ കൂടെ കൂട്ടിയിട്ട് ഇവർ സ്വന്തമായിട്ട് ഒരു ബേക്കറി ഷോപ്പ് അങ്ങ് തുടങ്ങുന്നു. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.